2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ കവി പ്രതിനിധി സമ്മേളനവും ദേശീയ കാവ്യ മാമാങ്കവും നടത്തും. കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 21 ശനിയാഴ്ച വിപിൻ സാർക്കടിയിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ സംസ്ഥാന കവി പ്രതിനിധി സമ്മേളനവും തുടർന്ന് കഥായരങ്ങും കാവ്യാലാപനവും ഡിസംബർ 22 ഞായറാഴ്ച പള്ളുരുത്തി ശ്രീ മാരമ്പള്ളി സഭ ഹാളിൽ 2ാമത് ദേശീയ കാവ്യ മാമാങ്കം 2024 സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മൾ 2ാമത് ദേശീയ കാവ്യ മാമാങ്കമാണ് പള്ളുരുത്തി മാരമ്പള്ളി സഭ ഹാളിൽ വരുന്ന ഞായറാഴ്ച ഡിസംബർ 22 തുടക്കം കുറിക്കും. 21-ാം തീയതി സംസ്ഥാന പ്രതിനിധി സമ്മേളനം പള്ളുരുത്തിയിൽ വെച്ചാണ്. സാഹിത്യരംഗത്ത് പുതിയ തലമുറയെ ഉയർത്തിയെടുക്കാൻ ഈ 16 വർഷം കൊണ്ട് കൊച്ചിൻ സാഹിത്യ അക്കാദമിക്ക് സാധിച്ചിട്ടുണ്ട്. 175ഓളം പുസ്തകങ്ങൾ RB ബുക്സ് പബ്ലിഷിംഗ് എന്ന നിലയിൽ കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ പേരിൽ തന്നെ പബ്ലിഷിംഗ് ആയിട്ടുണ്ട്. മാത്രമല്ല രക്ഷാധികാരികളായ CB വള്ളിപ്പുറം, CK രാജൻ ടീച്ചർ, കൊച്ചി മുൻ മേയർ സൗമ്യ ജെയിൻ, ഇപ്പോൾ നമുക്ക് ജസ്റ്റിസ് PS ഗോപിനാഥൻ കൂടി രക്ഷാധികാരിയായി ഇതിലേക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അദ്ദേഹം എല്ലാവിധ പിന്തുണകളും പ്രോത്സാഹനങ്ങളുമായി വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് 2ാം ദേശീയ കാവ്യ മാമാങ്കം. ജസ്റ്റിസ് PS ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് PS വിപിൻ പള്ളുരുത്തി അധ്യക്ഷത വഹിക്കും. 151 പേരുടെ കാവ്യാലാപനം പ്രൊഫസർ KV തോമസ് നിർവഹിക്കും. ഭദ്രദീപം KA വേണുഗോപാൽ തെളിയിക്കും. തൃച്ചാറ്റുകുളം രാജു സോപാന സംഗീതം നടത്തും. കാവ്യ മാമാങ്ക പുരസ്കാരദാനം നാടകാചാര്യൻ കലാരത്ന KM ധർമ്മൻ നിർവഹിക്കും. മലയാള സിനിമയിൽ ആദ്യമായി സിനിമാ ഗാനം എഴുതി ചലച്ചിത്ര ഗാന രചയിതാവായ CSA സെക്രട്ടറി റോബിൻ പള്ളുരുത്തിയെ ചടങ്ങിൽ ആദരിക്കും. ചടങ്ങിൽ സംസ്ഥാനത്തിന്റെ 14 ജില്ലകളിലെയും സിംഗപ്പൂർ, ദുബൈ, ഗുജറാത്ത്, കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കവികൾ, കവിയത്രികൾ ശനിയാഴ്ചയോടുകൂടി നേരത്തെ ബുക്ക് ചെയ്ത റിസോർട്ടുകളിൽ എത്തിച്ചേരുന്നുണ്ട്. കണ്ണമാലിയിലെ ചിത്രകലാശില്പി മെബീഷിന്റെ കരകൗശല പ്രദർശനവും രാവിലെ മുതൽ ഒരുക്കിയിട്ടുണ്ട്. അക്കാദമി ഭാരവാഹികളായ രഘു കലറക്കൽ, ബിന്ദു വേണു ചോറ്റാനിക്കര, പ്രശോഭ AC, MM സലീം, പ്രസിഡന്റ് PS വിപിൻ പള്ളുരുത്തി, ജനറൽ സെക്രട്ടറി റോബിൻ പള്ളുരുത്തി തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. എന്ന ആശയം കഴിഞ്ഞ വർഷം നമ്മൾ പ്രാവർത്തികമാക്കി. കൊച്ചി ആദ്യമായിട്ടാണ് അതിനൊരു വേദിയാകുന്നത്. അതിനുമുമ്പ് കഥാമിത്ര സംഗമം എന്ന പേരിൽ നമ്മൾ 3 വർഷം 2 വർഷം കൊച്ചിയിലും 1 പ്രാവശ്യം കേരള സാഹിത്യ അക്കാദമി ഹാളിലും തൃശ്ശൂരും വെച്ച് നടത്തുകയുണ്ടായി. അതിനുശേഷം വീണ്ടും നമ്മൾ കൊച്ചിയിലോട്ട് കൊണ്ടുവന്നു. കാരണം കൊച്ചിയുടെ സാംസ്കാരിക അല്ലെങ്കിൽ സാഹിത്യ പൈതൃകം അനുസരിച്ച് വലിയൊരു പ്രോഗ്രാമുകൾ കൊച്ചിയിൽ ഇപ്പോൾ കുറവാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക, അത് നമ്മുടെ കൊച്ചിയെ അതിന്റെ മുഖമുദ്രയാക്കി മാറ്റുക, ആ ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ടും നമ്മുടെ പള്ളുരുത്തിയിലുള്ള കലാകാരന്മാര്, സാഹിത്യകാരന്മാര്, അതുപോലെ വളർന്നു വരുന്ന പുതിയ തലമുറയിലുള്ളവര്, അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് പള്ളുരുത്തിയെ സ്ഥിരം വേദിയായിട്ട് തൃശ്ശൂർ വെച്ച് നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.